ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ലോഗ്സ്. അപ്പോൾ കുഡൂസ് വ്ലോഗ്സിലെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പ ബിരിയാണി, അതുപോലെ തന്നെ എല്ലും കപ്പ എന്നൊക്കെ അറിയപ്പെടുന്ന, പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന, ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ എന്നറിയപ്പെടുന്നതിൻ്റെ കപ്പേൻ്റെ ഒരു റെസിപ്പീനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാനാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും ഇപ്പോൾ അറിയാത്ത ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് കപ്പക്കൂട്ട്, അതായത് എല്ല് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ എല്ലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, അതേപോലെ തന്നെ നമ്മുടെ ഗരം മസാല, മീറ്റ് മസാല, ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ എരിവ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എരിവ് കൂട്ടിയോ കുറച്ചോ ഇടാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തൊരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് നമ്മുടെ കപ്പക്കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചതും, അതേപോലെ തന്നെ കറിവേപ്പിലയും സവോളയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കറിൽ, ഇപ്പോൾ കുക്കറിൽ വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം, നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ. അതല്ല എങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവൊക്കെ നോക്കി വേവിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഒരു 4-5 വിസിൽ പോയിക്കോട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ടൈമിൽ നമ്മൾ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ, അതായത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള തേങ്ങ വറക്കുകയാണ് കേട്ടോ. തേങ്ങ വറക്കാനൊക്കെ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അടി നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക, പിന്നെ അടി തട്ടി എപ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മീൻസ് കൈ വിടാതെ ഇളക്കാന്നൊക്കെ പറയില്ലേ, അപ്പോൾ കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോവും. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല പാടുള്ള പണിയാണ്, എന്നാലും ലാസ്റ്റ് നല്ല ടേസ്റ്റുള്ള സംഭവം കഴിക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി വരുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നതോടെ വരെ നമ്മൾ ഇളക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും കളറ് ഇങ്ങനെ മാറി വരുന്നത്. നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് നല്ല തേങ്ങേൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും. ആ ടൈമിൽ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് മീറ്റ് മസാലയും, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് നോക്കി ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പൊടിയിട്ടതിന് ശേഷം ഒന്നും കൂടെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട്, ഒട്ടും മൂടി പിടിക്കരുത്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ഞുറുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ ചെറുതായിട്ട് ഞുറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ കപ്പ ഇടേണ്ടത്. ഒരിക്കലും തിളയ്ക്കാൻ തുടങ്ങിയ വെള്ളത്തിലേക്കോ ചൂടായ വെള്ളത്തിലേക്കോ നമ്മൾ കപ്പ ഇടരുത്. അതിപ്പോൾ വേവിക്കാനാണെങ്കിലും പുഴുങ്ങാനാണെങ്കിലും എന്താണെങ്കിലും കപ്പ വാടി പോകത്തേ ഉള്ളൂ, വേവത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട്, ചിലർ മഞ്ഞൾപ്പൊടി ഇടും, നമ്മളിപ്പോൾ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ഉപ്പിട്ടിട്ട് അതിലേക്ക് നമ്മൾ കപ്പ ഇടുന്നുണ്ട്. കപ്പ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിലാണ് കേട്ടോ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയിൽ അരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാത്രത്തിന് മൂടി കണ്ടിട്ട് ആരും ഒന്നും ചോദിക്കണം, നമ്മൾ സ്ഥിരമായിട്ട് ദമ്മിടുന്ന പാത്രമായതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നുണ്ട്, അല്ലാണ്ട് കഴുകാത്തല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് നമ്മൾ വേവിച്ച് എടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉടച്ചെടുത്ത് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ കപ്പക്കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ കപ്പയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വറുത്ത് വെച്ച് തേങ്ങാക്കൊത്ത്, ഇതൊക്കെ ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്കിപ്പ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ മസാലക്കൂട്ടിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്താണ് കേട്ടോ തീ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് നല്ല കുറുകി വേണ്ടവർക്ക് ഓരോ വെള്ളം ചേർക്കാൻ എടുക്കാം. പിന്നെ കുറച്ചൊന്നും എന്താ പറയുക, ഒരു സെമി ഗ്രേവി ടൈപ്പിൽ വേണ്ട ഒരാൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഒന്ന് കുറച്ചിങ്ങനെ ചാറിങ്ങനെ തോണ്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കിപ്പോൾ നല്ല കുറുകിയിരിക്കണം എന്നാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട, ജസ്റ്റ് ഈ നമ്മുടെ മസാല ഒന്ന് അരച്ച് അത് അതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇനി മിക്സിങ് ആണ് ഗൈസ്. നന്നായിട്ട് ആഞ്ഞ് പിടിച്ച് മിക്സ് ചെയ്ത് അടിപൊളി സെറ്റാക്കി ചൂടോടുകൂടെ കുറച്ചെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.